Dear students, now open page number 54 of your textbook. We can see the activity of the chapter Bhaichara. Chatra, please listen. ഘടനാओं को क्रमबद्ध करे. ഘടന എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ്, അതായത് സംഭവങ്ങളെ ക്രമത്തിലാക്കാൻ, ഓർഡറിലാക്കാനാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഈ 2 വർക്ക് നിങ്ങളോട് ഹോംവർക്കായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തവർ ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ശ്രദ്ധിക്കൂ. സുനിലിനെ കരീം കോ ഹോട്ടൽ മേ കാം കർത്തേ ദേഖ. സുനിൽ കരീം ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് കണ്ടു. ഫസ്റ്റ് അതാ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ്, ദോനോ സുനിൽ കെ ഗർ പഹൂഞ്ചെ. 2 പേരും സുനിലിൻ്റെ വീട്ടിൽ എത്തി. സുനിൽ ഹോട്ടൽ മേ ജാക്കർ ബൈട്ട് ഗയ. സുനിൽ ഹോട്ടൽ എത്തിയിട്ട് അവിടെ ഇരുന്നു. സുനിൽ കോ ദേഖ് കർ കരീം ടിടക് ഗയ. സുനിലിനെ കണ്ടപ്പോൾ കരീം അത്ഭുതപ്പെട്ടു പോയി അല്ലേ. ഈ 4 ഇൻസിഡൻറ്റ്, ഈ 4 ഘടനകളാണ്, സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഡിസോർഡറാണ്, അത് ഓർഡറിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കൂ. ഫസ്റ്റ് സെൻറ്റൻസ്, സുനിലിനെ കരീം കോ ഹോട്ടൽ മേ കാം കർത്തേ ദേഖ. സുനിൽ കരീം ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് കണ്ടു. അതിവിടെ എക്സാമ്പിളായിട്ട് ഫസ്റ്റ് സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ബോക്സിൽ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഏതായിരിക്കും? ദോനോ സുനിൽ കെ ഗർ പഹുഞ്ച. അത് ലാസ്റ്റ് അല്ലേ വരുന്നത്. അപ്പോൾ അടുത്തത് നോക്കൂ. സുനിൽ ഹോട്ടൽ മേ ജാക്കർ ബൈട്ട് ഗയ. അപ്പോൾ ഇവിടെ തേർഡ് 1 ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് സെക്കൻഡ് വരുന്നത്. എന്താണ്? സുനിൽ ഹോട്ടലിൽ പോയിരുന്നു അല്ലേ. സുനിൽ കരീം വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ പോയിരുന്നു. ഹോട്ടൽ മേ ജാക്കർ ബൈട്ട് ഗയ, അവിടെ പോയിരുന്നിട്ട് സീറ്റിലിരുന്നു അല്ലേ. തേർഡ് 1 ലാസ്റ്റ്, സുനിൽ കോ ദേക്കർ കരീം ടിടക് ഗയ. അപ്പോൾ സുനിലിനെ അപ്പോഴാണ് കരീം കാണുന്നത്. സുനിലിനെ കണ്ടപ്പോൾ കരീം എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ തേർഡ് ആൻഡ് ലാസ്റ്റ് 1, ദോനോ സുനിൽ കെ ഗർ പഹൂഞ്ചെ. രണ്ടാമത്തതാണ് ലാസ്റ്റ് വരുന്നത്. 2 പേരും സുനിലിൻ്റെ വീട്ടിലെത്തി. ടീച്ചർ ഓർഡറിൽ ഒന്നുകൂടെ വായിക്കുക. നിങ്ങൾ എഴുതിയത് കറക്റ്റാണെന്ന് നോക്കുക, അല്ലാത്തവരത് കറക്റ്റായിട്ട് എഴുതുകയാണ്. സുനിലിനെ കരീം കോ ഹോട്ടൽ മേ കാം കർത്തേ ദേഖ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, സുനിൽ ഹോട്ടൽ മേ ജാക്കർ ബൈട്ട് ഗയ. ആൻഡ് തേർഡ് 1, സുനിൽ കോ ദേക്കർ കരീം ടിടക് ഗയ. ആൻഡ് ലാസ്റ്റ് 1, ഫോർത്ത്, ദോനോ സുനിൽ കെ ഗർ പഹൂഞ്ചെ. ഇതാണ് കറക്റ്റായിട്ട് വേണ്ടത്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് നമ്പർ ഇടുകയും ചെയ്യാം. നോട്ട് ബുക്കിലേക്ക് ഇത് 1 ടൈം എഴുതി വെക്കുകയും ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വർക്ക് നോക്കൂ. കിസ്നെ കിസ്സെ കഹ. ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഡയലോഗ് കേട്ടിട്ട് ഇത് ആര് പറഞ്ഞ കോൺവെർസേഷനാണ്, ആരുടെ ഡയലോഗ്സാണ് നിങ്ങൾ എഴുതണം ഇവിടെ. ഫസ്റ്റ് 1, മേരെ അബു തോ മർ ഗയേ. എൻ്റെ അബു എന്നിവിടെ പറയുന്നത് ഫാദറിനെയാണ്. എൻ്റെ ഫാദർ മരിച്ചു പോയിട്ടുണ്ട്. അത് ആരാ പറഞ്ഞത്? ആരാണ്? കരീമിൻ്റെ അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാം? കരീംനെ സുനിൽ സേ കഹ. കരീം സുനിൽ സേ, സുനിലിനോടാണ് കഹ പറഞ്ഞത് അല്ലേ, പറഞ്ഞു. നെക്സ്റ്റ്, തും മേരെ സാത്ത് രഹ്ന ഔർ പഠന. നീ എൻ്റെ കൂടെ താമസിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുക? പഠിക്കുകയും ചെയ്യുക. അതായത് നീ എൻ്റെ കൂടെ നിന്ന് പഠിക്കണം എന്ന് ആരാ പറഞ്ഞത്? സുനിലല്ലേ. സുനിലാണല്ലോ കരീമിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത് അല്ലേ. അപ്പോൾ സുനിലാണ് അങ്ങനെ പറഞ്ഞത്. എന്ത്? നീ എൻ്റെ കൂടെ താമസിച്ചിട്ട് പഠിക്കുക എന്നുള്ള ഡയലോഗ്. അപ്പോൾ അതെങ്ങനെ എഴുതുക? സുനിലിനെ കരീം സേ കഹ. ഇങ്ങനെ എഴുതുക. സുനിലിനെ കരീം സേ കഹ. തേർഡ് 1, വഹാം ഗഡ ക്യാ കർ രഹാ ഹേ. നീ അവിടെ നിന്ന് എന്തെടുക്കുകയാണ്? വഹാം അല്ലേ, അവിടെ ഗഡ നിന്നുകൊണ്ട്, ഗഡ ക്യാ കർ രഹാ ഹേ, എന്തെടുക്കുകയായിരുന്നു? ഇതാരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? കരീമിനോട് അല്ലേ. ആരായിരിക്കും പറയണ്ടാവുക? നീ അവിടെ ജോലി ചെയ്യാതെ എന്തെടുക്കുക എന്നുള്ളത്? സുനിലും കരീമും സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഹോട്ടൽ ഓണർ, അതായത് ഹോട്ടൽ മാലിക്ക് കരീമിനെ വിളിച്ചിട്ട് പറയണം, വഹാം ഗഡ ക്യാ കർ രഹാ ഹേ, നീ അവിടെ എന്തെടുക്കുക എന്നല്ലേ. നീ അവിടെ എന്താ നിൽക്കുന്നത് ചോദിക്കുന്നില്ലേ. അതാരാണ്? അപ്പോൾ മാലിക് നെ കരീം സേ കഹ. ആര് പറഞ്ഞു? മാലിക് നെ കരീം സേ കഹ. ആ ലാസ്റ്റ് 1, യഹ് മേരാ ചോട്ടാ ബായി ഹേ. ഇതെൻ്റെ ചെറിയ സഹോദരനാണ്. ഇതാരാ പറഞ്ഞത്? എൻ്റെ ചെറിയ സഹോദരനാണ്. സുനിലാണ് അല്ലേ. സുനിൽ ആരോടാ പറഞ്ഞത്? മാലിക്കിനോട്ടോ, ഹോട്ടൽ ഓണറോട് പറയുകയാണെന്നല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതുക? സുനിലിനെ മാലിക് സേ കഹ. നിങ്ങൾ എഴുതിയത് ഇതുപോലെ കറക്റ്റാണെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഈ കിസ്നെ കിസ്സെ കഹ ആര് ആരോട് പറഞ്ഞു ടീച്ചർ ഒന്നുകൂടി പറയാം. മേരെ അബു തോ മർ ഗയേ. करीम ने सुनील से कहा,
सेकंड, तुम मेरे साथ रहना और पढ़ना, सुनील ने करीम से कहा। वहाँ गधा क्या कर रहा है? मालिक ने करीम से कहा। यह मेरा छोटा भाई है, സുനിൽ ने മാലിക് സേ കഹ. അപ്പോൾ ഈ 2 വർക്ക് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കായിട്ട് ഗൃഹകാര്യമായിട്ട് തന്നതായിരുന്നു. അത് നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ നോക്കുക. ഇനി തെറ്റുള്ളത് കറക്റ്റ് ചെയ്തിട്ട് നോട്ടിലേക്ക് 1 ടൈം എഴുതുക. ടെക്സ്റ്റിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം എഴുതുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക. आपका उपस्थिति को चिन्ह करने के लिए आज का कीवर्ड रेंट. रेंट എന്ന് പറഞ്ഞാൽ കിരായ എന്നാണ് നമ്മൾ ഹിന്ദിയിൽ പറയുക. കിരായ എന്ന് പറഞ്ഞാൽ റെൻറ്റ്, വാടക. देखो once more, उपस्थिति को चिन्ह करने के लिए आज का कीवर्ड रेंट. टुडेस कीवर्ड रेंट टू मार्क द प्रेजेंस. ओके, आज का कक्षा यहाँ समाप्त हुई. फिर मिलेंगे. धन्यवाद. मिनट